ഞെട്ടിക്കാൻ മമ്മൂട്ടിയും വിനായകനും. ജിതിൻ കെ ജോസ് ചിത്രത്തിന് ആരംഭം. മമ്മൂട്ടി കമ്പനിയുടെ 7ാമത് നിർമ്മാണ സംരംഭം. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന 7ാമത്തെ സിനിമയ്ക്ക് തുടക്കം. മമ്മൂട്ടി നായകനായി എത്തുന്ന ചിത്രത്തിൽ വിനായകനും പ്രധാന വേഷത്തിൽ എത്തും. ജിതിൻ കെ ജോസ് ആണ് സംവിധാനം നിർവഹിക്കുന്നത്. ചിത്രത്തിന്റെ പൂജയും സ്വിച്ച് ഓൺ കർമ്മവും ഇന്ന് നടന്നു. ദുൽഖർ സൽമാൻ നായകനായി എത്തിയ കുറുപ്പ് എന്ന ചിത്രത്തിന്റെ സഹരചയിതാവായിരുന്നു ജിതിൻ കെ ജോസ്. ചിത്രത്തിൽ മമ്മൂട്ടി പ്രതിനായക വേഷത്തിലാണ് എത്തുകയെന്ന തരത്തിൽ വാർത്തകൾ പുറത്തുവന്നിരുന്നു. ഇക്കാര്യത്തിൽ ഔദ്യോഗിക വിശദീകരണങ്ങളോ സൂചനകളോ ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും വിനായകൻ മമ്മൂട്ടി കോംബോ വലിയ ഒരു പ്രതീക്ഷയാണ് സിനിമാസ്വാദകർക്ക് നൽകിയിരിക്കുന്നത്. നാഗർകോവിലിലാണ് ഷൂട്ടിങ്ങിന് തുടക്കമാകുന്നതെന്നാണ് വിവരം. റോഷാക്ക്, നൻപകൽ നേരത്ത് മയക്കം, കണ്ണൂർ സ്ക്വാഡ്, കാതൽ, ടർബോ എന്നിവയാണ് മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ ഇതിനോടകം റിലീസ് ചെയ്ത സിനിമകൾ. ഗൗതം വാസുദേവ മേനോനാണ് ചിത്രം റിലീസിന് ഒരുങ്ങുന്നത്. സുരേഷ് ഗോപി നായകനായി എത്തുന്നൊരു സിനിമ മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്നുണ്ട്. ഇക്കാര്യം നേരത്തെ സുരേഷ് ഗോപി ഏഷ്യാനെറ്റ് ന്യൂസിനോട് വെളിപ്പെടുത്തിയിരുന്നു. അതേസമയം ടർബോയാണ് മമ്മൂട്ടിയുടേതായി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്തത്. മമ്മൂട്ടി കമ്പനിയുടെ ആദ്യ ആക്ഷൻ ചിത്രം കൂടിയായ ടർബോ അറബിയിലും മൊഴിമാറ്റം ചെയ്തിരുന്നു. രാജ്ബി ഷെട്ടി പ്രതിനായക വേഷത്തിലെത്തിയ ചിത്രം ഏറെ പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു. ബസൂക്കയാണ് റിലീസിനൊരുങ്ങുന്ന മമ്മൂട്ടി ചിത്രം. ഗൗതം വാസുദേവ് മേനോനും പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ഡിനോ ഡെന്നിസ് ആണ്. ആക്ഷൻ ത്രില്ലറായാണ് ചിത്രം ഒരുങ്ങുന്നത്. ബസൂക്ക ഉടൻ റിലീസ് ചെയ്യുമെന്നാണ് അനൗദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്.